ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ വൈജയന്തി ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആവുകയാണ്. ഡിസ്ചാർജ് ആയി ഇറങ്ങുമ്പോഴത്തേക്ക് അവിടുത്തെ അറ്റൻഡർ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാരെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് എടുക്കാൻ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആൾ വരുന്നുണ്ട്. ആ ബ്രോക്കർ വന്നിട്ട് പറയുന്നുണ്ട്, അത് മാഡം വണ്ടിയൊക്കെ റെഡിയായി ഇത്ര തന്നെ വൈകിയത് ചോദിക്കുമ്പോഴത്തേക്കും വണ്ടി റെഡിയാക്കാൻ വേണ്ടിയായിരുന്നു 11:30 എന്ന് പറയുന്നത്. 11 മണിക്ക് ഇറങ്ങിയാൽ 11:30 ആയപ്പോൾ വണ്ടി റെഡിയാക്കാൻ വേണ്ടി താമസമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അപ്പം ആ ബാഗ് ഞാൻ എടുത്തോളാം എന്ന് പുള്ളി പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ ഗംഗാധരനും ശിവനും അങ്ങോട്ട് കയറി വന്നിട്ട് കൊള്ളാലോ, നിങ്ങളും വന്നല്ലോ തക്ക സമയത്ത്, ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു പറയാം. മനസ്സിലായി. എന്താ ഗംഗയുടെ വിശേഷിച്ച്? ഇല്ല, ഞാൻ ചുമ്മാ വന്ന പെങ്ങൾ ഡിസ്ചാർജ് ആകുമല്ലേ എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, എന്തിനും പ്രത്യേക അജണ്ട കാണൂല. കാരണം എന്ന് പറഞ്ഞാൽ നീലഗിരിയിൽ നിന്ന് പാലാവരെ വണ്ടി ഓടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രത്യേക അജണ്ട കാണണോ? മാലദേവത്തേക്ക് എന്ത് ചോദിക്കുമ്പോഴാണ് ഈ സംഭവം പറയുന്നത്. അവർ വന്നിട്ടില്ല. പക്ഷേ ഗംഗാധരൻ പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളെയും എൻ്റെ കുടുംബത്തെയും കാണാൻ വേണ്ടി ഞാനിനി എൻ്റെ കുടുംബത്തെ അല്ല എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ടുവരണമെന്നുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അതില്ല. പക്ഷെ എന്നാലും എന്താ ശിവേട്ടൻ പിന്നെ മിണ്ടായിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് ശിവേട്ടൻ എന്നോട് ദേഷ്യമാണോ? അതായത് അലീന പുണ്യവളത്തിയോട് എന്നാ ഹരിയുടെ കാര്യം പറയാത്തത് കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാനൊന്നും ചോദിച്ചൊന്നുമില്ല. നീ ഇപ്പം കമലയുടെ അടുത്ത് സംസാരിച്ചു, കമല നിന്നോട് ചോദിച്ചു, നിനക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇതിപ്പോൾ അല്ലാതെ എനിക്ക് എൻ്റെ പെങ്ങളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, അതിനെക്കുറിച്ച് നീ സംസാരിക്കണ്ട എന്ന് പറയാണ്. ശരി, ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പുതിയ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അത് ഇരിക്കട്ടെ, നീ നമുക്ക് വണ്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ടി ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ ടാക്സി പോകണ്ടെന്ന് എൻ്റെ വണ്ടി വന്നാൽ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച് വണ്ടി കയറ്റി പൊക്കോണ്ടിരിക്കുമ്പോഴത്തേറെ വൈജയ്, നീ കൂടുതൽ ശ്രദ്ധയായിട്ടിരിക്കണം. കാരണം കഴിഞ്ഞാൽ ഈ സമയത്ത് നിൻ്റെ വീട്ടിൽ നീ വാടക വീടൊന്നും എടുത്ത് പോകേണ്ട കാര്യമില്ല എന്നാണ്. ഞാൻ വാടക എടുത്ത് പോകണം, കാരണം ഞാനും എൻ്റെ മക്കളും അവിടെ താമസിച്ചോളൂ എന്ന് പറയുന്നത്. ഈ മക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരൊക്കെയെന്ന് പറയാം, ഞാനും ബബിതയും രോഹിത്തും താമസിക്കുന്നതാണ്. ഞാനൊരു കാര്യം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഒന്നാമത്തെ മാനസികാവസ്ഥ മോശമല്ല, ശാരീരികാവസ്ഥ മോശമാണ്, നിനക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ വേണം. രണ്ടാമത്തെ കാര്യം, മാനസികാവസ്ഥ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിൻ്റെ മകൻ രോഹിത്ത്. പിന്നെ ബബിതയാണ് കോളേജിലൊന്നും പോകുന്നില്ല. ഇപ്പോൾ എല്ലാം കൊണ്ട് തകർന്നിരിക്കുക. നിങ്ങൾ ഒരു വീടെടുത്ത് താമസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കാരണം അതിൽ നീ ഈ വീടാണെന്ന് ഒരു ആശ്വാസം. അങ്ങോട്ട് നിനക്കിപ്പം നിൻ്റെ മക്കൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ഈ ആശ്രയമാണ്. അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, വേറൊന്നുമല്ല, നീ നിനക്കുള്ള വീടെന്ന് പറയുമ്പോഴത്തേക്ക് കടപ്പാട്ടൂർ വീടാണ്. ആ കടപ്പാട്ടൂർ വീട്ടിലേക്ക് നീ തന്നെ പോകണം. നീ അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അത് നടക്കത്തില്ല ഏട്ടാ നടക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശിവൻ പറയുന്നുണ്ട്, ഇതിനും ഭേദം അല്ല വാടക വീട്ടിൽ താമസിക്കുന്നതിനും ഭേദം ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കുന്നു പറയുമ്പോഴത്തേക്ക് ഉടനെ രവി നമ്മുടെ വൈജ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം അതല്ലേ? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എന്നെ കടപ്പാട്ടൂരിൽ കൊണ്ടാക്കിയിട്ട് പോകാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ, അല്ലാതെ ഞാൻ സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമല്ല. നിനക്ക് കടപ്പാട്ടൂരാകുമ്പോഴത്തേക്ക് ബാലചന്ദ്രനുണ്ട്, പിള്ളേരെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അലീന ഉള്ളിടത്ത് ഞാൻ കയറത്തില്ല, ഞാൻ കയറത്തില്ലെന്ന് പറയുന്നത്. ഉടനെ നീ അലീന എന്തിനാ കാണുന്നത്? നിനക്ക് വേറെ മക്കളുണ്ടല്ലോ അവിടെ. അലീന ബാലചന്ദ്രൻ മകളാണ്, നിനക്ക് വേറെ മക്കളുണ്ട്. ആ മക്കളെ നോക്കി അവിടെ നിൽക്കത്തില്ല. പവിതയുണ്ട്, കൃഷ്ണമോളുണ്ട്, രോഹിത്തുണ്ട്, ഇവരൊക്കെ നോക്കി നിൽക്കത്തില്ലേ? നീ നിൻ്റെ കാര്യം നോക്കിപ്പോ. അവർക്കിപ്പോൾ നീ അമ്മയായിട്ട് ആവശ്യമുണ്ട്, കുടുംബം തകർക്കരുത്, നീ പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനായിട്ട് എന്താ കുടുംബം തകർക്കുന്നത് ചോദിക്കുമ്പോൾ അലീന നിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടത്തില്ല. അലീന അവിടെ ജോലി ചെയ്ത് അവളവിടെ കഴിഞ്ഞു കൊടുത്തോളൂ, അല്ലാതെ നിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടത്തില്ല എന്നുള്ള ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ പോയല്ലേ പറ്റുമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് വണ്ടി ഇറങ്ങി ചാടാനൊന്നും പറ്റത്തില്ല, വിട്ടോന്നാണ്. അപ്പോൾ നേരെ വണ്ടി കൊണ്ട് ഭയങ്കര സ്ലോ മോഷനുള്ള സീനുകളൊക്കെയാണ് കാണുന്നത്. വൈജ വണ്ടി നിറങ്ങി പതുക്കെ വീടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഒത്തിരി നാൾ കൂടി വീട് കാണുന്നതാണ്. എന്നിട്ടും ഒരു സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഗംഗാധരൻ പറയും, ഇനിയിപ്പം പുള്ളിയുടെ വായിരിക്കുന്ന കേൾക്കണമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോൾ എന്നാ കേൾക്കാനിരിക്കുന്നത്? നമ്മുടെ ആളുടെ ഭാര്യനെ നമ്മൾ ആളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആളുടെ ഭാര്യയെന്ന് മാത്രം പറയരുത്, അത് അയാളെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ഒരു ഭാര്യ, പിന്നെ ഡൈവേഴ്സ് കൊടുത്ത പെണ്ണ്, അയാളെ എപ്പോഴും ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നൊരു പെണ്ണ്, അവൻ്റെ ഭാര്യ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ ന്യായം നിൽക്കുന്നത് ബാലചന്ദ്രൻ്റെ അടുത്താണ്.
അപ്പം പുള്ളിയുടെ വായിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര രീതിയിൽ നമ്മുടെ പെങ്ങളത്ര പുണ്യാളത്തി ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്നെല്ലാം കാണാം. നമുക്ക് കയറി പോകുന്നത് അത് ചെല്ലുമ്പോഴത്തേക്ക് വാതിൽ തുറക്കും. നമ്മുടെ അലീനാണ് വാതിൽ തുറക്കുക. എന്നാണ് മോളെ വിശേഷം, വാങ്കളെന്ന് പറയുമ്പോഴത്തേക്ക് വിളിച്ച് കയറുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അലിനെ നോക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടെ തൻ്റെ അമ്മയെ നോക്കുവാണ്. കാരണം അമ്മയാണെന്ന് അവൾക്കറിയാം, മറ്റുള്ള ഒന്നിട്ട് കുറച്ച് പേർക്ക് അറിയാമല്ലോ. അപ്പം പക്ഷേ ഈ അലീനെ കണ്ടപ്പോഴത്തേക്ക് അവിടെ ഇരുന്നിട്ട് ഒരു നല്ലൊരു തറപ്പിച്ചൊരു നോട്ടമൊക്കെ നോക്കുന്നത്. അലീനെ അങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നത്തെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അലീനെ അകത്തോട്ട് വന്ന് ചെല്ലുമ്പോഴത്തേക്ക് അങ്കിളെ എന്താ കുടിക്കാൻ വേണ്ടത് ചോദിക്കുക. മോളെ അതൊക്കെയാണെങ്കിൽ നിങ്ങൾ അച്ഛനെ കാണാൻ പോവാ, തണുത്ത് തന്നെ എടുത്തോ, തണുത്ത് തന്നെ. ഇനിയിപ്പോൾ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചൂടായിട്ട് ഇറങ്ങി എടുത്തോളൂ, നീ തണുത്ത് തന്നെ എടുത്തോളാൻ പറയാണ്. ശരി അങ്കിളെന്ന് പറഞ്ഞ് മേലെ പോയി പോകുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ വൈജയടുത്ത് അലീനെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് നല്ല തറപ്പിച്ചൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ആരും നമ്മുടെ വൈജ നോക്കുന്നുണ്ട്. പിന്നെ അലീനെ പേടിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് ഇവള് റൂമിൽ കയറി വരുമ്പോഴത്തേക്ക് ഈ ബബിത ഫോണിൽ കളിച്ചുകൊണ്ട് എന്താ പോയി ചെറു പുഞ്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂമിൽ കയറി വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് എൻ്റെ റൂമാണ്, ബബിത ഇത് എന്തൊരു കാണിച്ചിട്ടേക്കുന്നത്, ഇതെന്താ കാണിച്ചിട്ടേക്കുന്നത്, ഇത് തൊഴുത്ത് ഇതിനെക്കാട്ടും നല്ലതാണല്ലോ, നീ 2 എരുമേനെയും പോത്തിനെയും ഒരു പശുവിനെയൊക്കെ പേടിച്ച് ഇതിൻ്റെ അകത്ത് കെട്ടുവാണെങ്കിൽ അത്രയും അതുപോലെ കിടപ്പുണ്ടല്ലോ, അതുങ്ങൾ ചീത്തയാക്കുന്നതിനെക്കാട്ട് അപ്പുറമാണ് ഈ കിടക്കുന്നത്, നിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നേരെ കിടക്കുന്നത്, എനിക്ക് കട്ടിലിൻ്റെ പടിയിലൊക്കെയാണ് ഇട്ടേക്കുന്നത്, നിനക്ക് നാണമില്ലേടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ പിന്നെ എന്താ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് അത് പിന്നെ എടുത്ത് മാറ്റിയേക്കാം, കുഴപ്പമൊന്നുമില്ല, മാറ്റിയേക്കാം, എന്തേലും കാണിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് എന്നെ ഈ കാലിൽ ഒരു ഞൊണ്ട്, ഞാൻ ഒളിമ്പിക്സിന് പോയിട്ട് മെഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒളിക്കുക, അത് മാത്രം പറയുമ്പോഴത്തേക്ക് അമ്മ ശരിയെന്ന് പറഞ്ഞ് പറഞ്ഞാൽ എന്നിട്ട് കതക് തുറന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂം കാണുമ്പോഴത്തേക്ക് എടി ഇത് എന്തോ അടി, ഇത് മുനിസിപ്പാലിറ്റി തോറ്റു, എന്തോ മൂത്രനാറ്റം അടി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ വന്ന് തുടങ്ങിയോ, കാരണം ഞാനതിപ്പം വൃത്തിയാക്കാം, കുഴപ്പമൊന്നുമില്ല, അതിന് മാത്രം ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റൂം എന്താ കാണിച്ചിട്ടേക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും ഇല്ലമ്മേന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അമ്മ വാടക വീട് പോകുന്നല്ലേ പറഞ്ഞത്. ഞാൻ വാടക വീട് പോകാനാണ് ഇരുന്നത്, ഗംഗേട്ടം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ വരുത്തില്ലായിരുന്നു പറയുമ്പോഴത്തേക്ക് ബബിതും ചിരിക്കും. നീ എന്തിനു ചിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല അമ്മയുടെ തമാശ കേട്ടിട്ട് ചിരിക്കുന്ന, അമ്മ ഇവിടെ വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നല്ലോ, അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വരുത്തില്ല, അതൊക്കെ ഞാൻ നോക്കട്ടെ, എത്ര ദിവസം നിൽക്കും നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ പോയ ഉടനെ ഞാൻ ഇറങ്ങുമെന്നൊക്കെയാണ് വൈജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരനും ശിവനും കൂടി ചേർന്ന് നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി മേലോട്ട് കയറും. മേലെ ചെന്ന് കഥ കുറേ നേരം വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്ക് കഥ തുറന്നിറങ്ങിക്കുന്ന സൂപ്പർ ഡയലോഗ് ഇടുന്നത്, എന്നാ ഉണ്ട് അളിയന്മാരോ, നിങ്ങളുടെ പെങ്ങൾ പ്രസവിച്ചോ എന്ന്, അതായത് വൈജ പ്രസവിച്ചോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് കയറുന്ന ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര ഇങ്ങനെയൊക്കെയാണ് ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ സംസാരിക്കുന്നത്, ഒരു ആതിഥ്യ മര്യാദ ഒന്നുമില്ല, ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അതിയായിട്ട് രീതിയിൽ ഞാൻ ഓരോ അതിഥികളെ ഞാൻ വീക്ഷിച്ചിട്ടുള്ള, അവരെ ഞാൻ ക്ഷണിച്ചിട്ടുള്ളതാണ്, അതൊക്കെ നല്ല ഭംഗിവാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പിന്നാലെ അളിയന്മാർക്കറിയാമല്ലോ, കാരണം ഞാൻ അതായത് വ്യഭിചരിച്ച് നടന്ന വ്യഭിചരിച്ച് നടന്നായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ എൻ്റെ തലയെ കെട്ടിയേൽപ്പിച്ചിട്ട് 10-23 വർഷം എന്നെ കളിപ്പിച്ചില്ലേ, അപ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഈ ആതിഥ്യ മര്യാദയൊന്നും, കാരണം അന്ന് എന്നെ കളിപ്പിച്ച് ജീവിക്കാൻ തോന്നുന്നത്. ഇപ്പം എല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്, ഇപ്പം എല്ലാം അറിയുന്ന ഒരു ആളാണ് ഈ ഇരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിവാക്കും കാര്യങ്ങളും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല, ഇത് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് മാത്രം എൻ്റെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല ഇപ്പം എന്താ വന്നതിൻ്റെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെറിയൊരു കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത്. അതിനാൽ കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഉച്ച മുതൽ നമ്മൾ ഒരു 2 മണി 3 മണിക്കിടയ്ക്ക് നമ്മൾ വരാനിരിക്കുന്ന അത് മഴതോരും പോലെ വരാനിരിക്കുന്ന കഥകൾ ഇടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് കാണണം, കാരണം കൂടുതൽ കഥകൾ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.